തിരുവനന്തപുരത്തെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ പർണശാലയിൽ ഒരുങ്ങുന്ന കൂറ്റൻ വെണ്ണക്കൽ താമര ശ്രദ്ധേയമാകുന്നു. 91 അടി ഉയരമുള്ള വെൺതാമര സൌരയൂഥ കണക്കുപ്രകാരമാണ് നിർമ്മിക്കുന്നത്. 10 വർഷം മുമ്പ് ആദിസങ്കല്പത്തിൽ ലയിച്ച ശാന്തിഗിരി ആശ്രമാധിപനായിരുന്ന കരുണാകര ഗുരുവിന്റെ ഭൌതിക ശരീരം ശയിക്കുന്ന പഴയ പർണശാലയ്ക്ക് മുകളിലാണ് കൂറ്റൻ വെൺതാമര ഒരുങ്ങുന്നത്. 91 അടി ഉയരവും 84 അടി വ്യാസവുമുള്ള താമരയുടെ ഇതളുകൾ രാജസ്ഥാനിലെ മക്രാനിയിൽ നിന്നുള്ള മാർബിൾ കൊണ്ടാണ് മോടി പിടിപ്പിച്ചിരിക്കുന്നത്. ആശ്രമഗുരു ശിഷ്യപൂജിത ജനനി അമൃതജ്ഞാന തപസ്വിനിയുടെ മേൽനോട്ടത്തിൽ സൗരയൂഥത്തിലെ കണക്കുപ്രകാരമാണ് കൂറ്റൻ താമരയുടെ നിർമ്മാണം. 12 രാശികളെ പ്രതിനിധീകരിക്കുന്ന 12 ഇതളുകൾ മുകളിലേക്കും 9 ഗ്രഹങ്ങളെ കുറിക്കുന്ന 9 ഇതളുകൾ താഴേക്കും ഉള്ളിൽ 27 നക്ഷത്ര അലികളും ബ്രഹ്മസ്ഥാനത്ത് കർണാകര ഗുരുവിന്റെ സ്വർണ്ണരൂപം ഉൾക്കൊള്ളുന്ന നിർമ്മാണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ താമര സൃഷ്ടിയാകുമെന്ന് ആശ്രമം ഡയറക്ടർ സ്വാമി ജ്യോതിരൂപ ജ്ഞാന തപസ്വിയും DGM K സതീശനും പറഞ്ഞു. വിടർന്നു വരുന്ന താമര, അതാണ് അതിന്റെ ഒരു ഇതിങ്ങനെ വിടർന്നു വരികയാണ്. വിടർന്നു വരുമ്പോൾ അതൊരു പരബ്രഹ്മ സങ്കല്പമാണ് അതിന് വരിക. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ മേൽനോട്ടത്തിലാണ് കൂറ്റൻ താമര ഒരുങ്ങുന്നത്. 10 വർഷമായി പണിതുടരുന്ന കൂറ്റൻ വെൺതാമര കേരളത്തിന്റെ അഭിമാനമാകുമെന്ന് ആർക്കിടെക്ട് വിക്ടർ പറഞ്ഞു. അതിന്റെ ഒരു പെറ്റലിന്റെ ആ ഷേപ്പിന് വേണ്ടി തന്നെ ഞാൻ മാസങ്ങളോട് എടുത്തിട്ടാണ് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അത് പലപ്പോഴായിട്ട് ശിശുപൂജ വന്ന് കറക്റ്റ് ചെയ്ത് അതിന്റെ ഷേപ്പ് തന്നെ ഉണ്ടാക്കിയത്. വളരെ ഒരു 2-3 മാസങ്ങൾ എടുക്കുന്ന അതിന്റെ ഷേപ്പ് ഒരു മിനിയേച്ചർ ഉണ്ടാക്കും. അടുത്ത വർഷം ഡിസംബറിൽ കൂറ്റൻ വെൺതാമര അടങ്ങുന്ന പർണശാല സമർപ്പണം നടക്കും. ആശ്രമത്തിലെ കെടാവിളക്കും ഗുരു ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളും ബാലാലയവുമൊക്കെ പർണശാലയിലുണ്ടാകും. BS രാജേഷ്, സൂര്യ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.